കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലയിലെ വളരെ വേദനാജനകമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഒരു ആത്മഹത്യയെ പറ്റിയാണ്. സത്താർ ച്ച അഥവാ അബ്ദുൾ സത്താർ എന്ന ഓട്ടോ ഡ്രൈവറാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. സാധാരണഗതിയിൽ ഒരു ആത്മഹത്യ അത്രയും ചർച്ചയാക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല. പക്ഷേ അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ ഒരു സാഹചര്യത്തെ കുറിച്ച് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു, ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ട്. അതിൽ പറയുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ വ്യവസ്ഥിതിയുമായി, നമ്മുടെ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ വേദനാജനകമായ സംഭവമാണെങ്കിൽ പോലും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. സത്യത്തിൽ സത്താർച്ച എന്ന ഈ മനുഷ്യൻ ഒരുപാട് കാലത്തെ അനുഭവജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് കാലം കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് നഗരത്തിൽ ഓട്ടോ ഓടി കുടുംബം പുലർത്തിയിരുന്ന ഒരു ഒരു വ്യക്തിയായിരുന്നു. അപ്പോ അദ്ദേഹം അത്യാവശ്യം നല്ല പ്രായമുള്ള ആളും കൂടിയാണ്. അപ്പൊ അദ്ദേഹം ഒരു ട്രാഫിക് നിയമലംഘനം അഥവാ ഒരു അത്തരത്തിലുള്ള ഒരു സംഭവത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ഓട്ടോ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹോം ഗാർഡാണ് അദ്ദേഹത്തിന്റെ ഓട്ടോ തടഞ്ഞു വെച്ചത്. പിന്നീട് SI വന്ന് അവിടുത്തെ സ്ഥലം SI ഓട്ടോ കസ്റ്റഡിയിലെടുത്തു. വിഷയം അതൊന്നുമല്ല, ഈ കസ്റ്റഡിയിൽ ഓട്ടോ വിട്ടുകിട്ടാൻ വേണ്ടി 4 ദിവസത്തോളമായി അയാൾ അതിന്റെ പുറകെ നടക്കുകയായിരുന്നു. അവസാനം അത് തിരിച്ചു കിട്ടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കുക കൂടി ചെയ്തു. പക്ഷെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചില കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. തീർച്ചയായും ഒരു മരണപ്പെട്ട ഒരു വ്യക്തിയുടെ വിഷയത്തിൽ അദ്ദേഹം ചെയ്ത ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് വളരെ വേദനാജനകമായ കാര്യമാണ്. പക്ഷെ പൊതുസമൂഹത്തിനിടയിൽ ഇപ്പോഴതും അത്രയും ചർച്ചയായിട്ടില്ല. എങ്കിൽ പോലും അതിൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നി. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്, വളരെ വേദനാജനകമാണ്. ആ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. ഒന്നുമില്ല. കാരണം പറഞ്ഞാൽ കാസർഗോഡ് എപ്പോഴും ട്രാഫിക് ജാമാണ്. ഞാൻ നായക് റോഡിൽ നിന്ന് വന്നിട്ട് നെല്ലിക്കുന്ന് ബീച്ച് റോഡിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളെ ട്രാഫിക് നടന്ന് നമ്മളെ വിട്ടു. ഞങ്ങൾ ഇറങ്ങി ലെഫ്റ്റ് എടുത്ത് റൈറ്റ് എടുത്ത് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു മൂലക്ക് നിന്ന് ഹോം ഗാർഡ് ചാടി വണ്ടിയിൽ മുമ്പിൽ പോകാൻ പാടില്ല. അവിടെ റോഡ് ഫ്രീ ആയിരുന്നു, 2 സൈഡ് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ വിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നമുക്ക് ബാക്കിൽ പോകാൻ പറ്റില്ല, ഫ്രണ്ടിലും പോകാൻ പറ്റില്ല, എന്തും ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ SIനെ വിളിച്ചു. SI വന്നിട്ട് താക്കോൽ കൂടിയിട്ട് പോയി. അപ്പോൾ ഉള്ളതും ബ്ലോക്കായി. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആൾക്കാരെല്ലാം, വണ്ടിയിലെ ആൾക്കാരെല്ലാം ഒന്ന് ഇറങ്ങിയിട്ട് പ്രശ്നമാക്കുമ്പോൾ പിന്നെ താക്കോൽ കൊണ്ടുവന്നിട്ട് വണ്ടി സ്റ്റേഷനിൽ കൊണ്ടുവച്ചു. സ്റ്റേഷനിൽ കൊണ്ടുവച്ചിട്ട് പറഞ്ഞ് കുറേ നിയമമുണ്ടല്ലോ, കുറേ വകുപ്പ് ചാർത്തിയിട്ട് ഇവനവിടെ ഇട്ട് അറസ്റ്റ് ആക്കിയിട്ടുണ്ട്. 2 ജാമ്യം വേണമെന്നെല്ലാം പറഞ്ഞു. എനിക്ക് 2 ജാമ്യം പോയിട്ട് എനിക്കിവിടെ കാസർഗോഡ് ആരുമില്ല. എൻ്റെ നാട് കാസർഗോഡാണ്. ഞാൻ കല്യാണം കഴിച്ച മാംഗ്ലൂരാണ്. ഞാൻ എൻ്റെ താമസമെല്ലാം മാംഗ്ലൂരാണ്. ഞങ്ങളുടെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്നുണ്ട്. ആഴ്ചയിൽ വീട്ടിലൊക്കെ പോകാറുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിലെ ചിലവിന് വരെ പൈസ കൊടുക്കാനില്ല. 3-ാം തീയതിയാണ് 31-ാം തീയതിയാണ് ഞാൻ ലോൺ അടിച്ചത്, ലേറ്റായിട്ട്. അത് പകുതി അത് 6000 കൊടുത്ത്, പിന്നെ ഞാൻ കൊടുത്തത് 3000 3-ാം തീയതി. അങ്ങനെല്ലായിട്ട് ലോൺ കിട്ടിയത്. പിന്നെ എനിക്ക് സുഖമില്ല, ഞാൻ ഹാർട്ട് പേഷ്യൻ്റാണ്. എനിക്ക് രാവിലെ 5 മണിക്ക് ഞാൻ നിസ്കരിച്ചിട്ട് പോയാൽ പിന്നെ ഞാൻ വരുന്നത് ഉച്ചയ്ക്ക് 12 മണിക്ക്. ആ 12 മണിക്ക് വന്നാൽ ഭക്ഷണം വെച്ച് കഴിച്ച് ഗുളികയെല്ലാം കഴിച്ച് ഒരു 2 മണിക്കൂർ ഉറങ്ങും. അതിൻ്റെ വൈകുന്നേരം 4:30 പോകും. പോയി 10 മണി വരെ പണിയെടുക്കും. എൻ്റെ കാലിന് സുഖമില്ല. എല്ലായിട്ടും ഞാൻ നല്ല ബുദ്ധിമുട്ട്. അതല്ലാണ്ട് വണ്ടി മേടിച്ച് തന്ന ഒരു സുഹൃത്താണ്. ഓന് ഞാൻ ഡൗൺ പേയ്മെൻറ്റ് 25,000 രൂപ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓൻ്റെ പേരിലാണ്. എൻ്റെ ആധാർ കാർഡ് എടുത്തല്ലാത്തത് കൊണ്ട് ഓൻ്റെ പേരിൽ എടുക്കേണ്ട വന്നു വണ്ടി. അതാണ് പ്രശ്നം വന്നത്. എൻ്റെ പേരിലില്ല വണ്ടി. അതുകൊണ്ട് ഇവരെന്നെ ടോർച്ചർ ചെയ്യാണ് പോലീസുകാർ. ഇന്ന് വാ, നാളെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ ഇവിടെ പോയി SP ഓഫീസിൽ കംപ്ലൈൻറ്റുമായിട്ട്. ഇവിടുത്തെ റിസപ്ഷൻ പറഞ്ഞ് അടിക്കുന്നു. അതെല്ലാം വായിച്ചിട്ട് പിന്നെ എന്ത് ചെയ്തെന്നറിയില്ല. പിന്നെ എന്നെ വിളിച്ച് DYSPൻ്റെ അടുത്ത് പോകും.
അങ്ങനെ ഡിവൈഎസ്പിൻ്റെ അടുത്ത് പോയപ്പോൾ അയാൾ ഇതൊന്നും നോക്കിയില്ല. അയാൾ പറഞ്ഞ് ഞാൻ CC വീഡിയോ ഫോട്ടേജ് കണ്ടു എന്ന് പറഞ്ഞു. നീ പോയിക്കോ, നിനക്ക് വേണ്ടത് പിന്നെ വണ്ടിയല്ല, വണ്ടി ആൾ തരും, ഫൈനൊന്നും എടുക്കില്ല, വണ്ടി എടുത്തിട്ട് പോകും. ഇവിടെ വന്നിട്ട് അമ്മ പറയുന്നത് പുതിയ വണ്ടിയാണ്, അതിൻ്റെ പൊല്യൂഷൻ്റെ പേപ്പർ വേണം, ഇൻഷുറൻസിൻ്റെ പേപ്പർ വേണം, എല്ലാം ഞാൻ എൻ്റെ മൊബൈലിലെല്ലാം കാണിച്ചു. അത് പറ്റില്ല, ഒറിജിനൽ വേണം, പിന്നെ ഒറിജിനൽ വേണം, പൊല്യൂഷൻ്റെ പേപ്പർ വേണം. പൊല്യൂഷൻ ഒരു കൊല്ലം കഴിയാതെ പൊല്യൂഷൻ ആയിരുന്നു കിട്ടാൻ. വണ്ടി പുതിയ 8 മാസം ആയിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ള ഓക്കെ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. വളരെ വളരെ എന്താണ് വേദനാജനകം, അതോടൊപ്പം തന്നെ വളരെ പ്രതിഷേധാർഹമാണ്. കാരണം ഒരു എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡർ അല്ലെങ്കിൽ വ്യവസ്ഥിതി ഒരാളെ എന്താക്കുകയാണ്, കൊല്ലുകയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയാണ്. ഇദ്ദേഹത്തിന്റെ വണ്ടി ട്രാഫിക് നിയമ ലംഘനവുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതോടനുബന്ധിച്ച് പിന്നീട് കേസുകൾ ചാർജ് ചെയ്തു. ഇദ്ദേഹത്തിന്റെ പ്രദേശം കാസർഗോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യമൊക്കെ ഏർപ്പാടാക്കാനുള്ള സംവിധാനങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അങ്ങനെയുള്ള കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികമായ പല പ്രശ്നങ്ങൾ അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യത്തിൽ എല്ലാ സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഈ ഒരു ബുദ്ധിമുട്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. എല്ലാ തരത്തിലും ഒന്ന് കൃത്യമായിട്ട് വരുമാനം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത സാഹചര്യം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, സാധാരണ തൊഴിലാളികൾ അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ആ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തവുമാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ജോലി ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി ഇരിക്കുന്ന അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ലോൺ എടുത്ത കാര്യം, അതോടൊപ്പം തന്നെ വണ്ടിയുടെ ക്യാഷ് കൊടുത്തത് മറ്റൊരാളാണ് എന്നുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വേദനയോടുകൂടി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് സാധാരണ ജനങ്ങൾ ഉള്ളത് എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകൾ എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയതും പ്രയാസമേറിയതുമാണ്. അവരുടെ വരുമാനവും അവരുടെ എക്സ്പെൻസ് പരസ്പരം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ ചെലവ് വർദ്ധിക്കുകയും വരുമാനം അതിനനുസരിച്ച് കിട്ടാതെ നിൽക്കുകയും ചെയ്യുന്ന വളരെ വലിയ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ നാടുള്ളത്. അത് സാധാരണ ഓട്ടോ ഡ്രൈവർ മുതൽ കച്ചവടം നടത്തുന്ന ആളുകൾ മുതൽ സാധാരണക്കാരായ മുഴുവൻ ആളുകളും വളരെ പ്രതിസന്ധിയിൽ ജീവിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഈ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും പോലീസിൽ നിന്നും ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് പോലീസിൽ നിന്നാണ്. കൃത്യമായ അധികാര പ്രയോഗം അവർ നടത്തുകയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് വണ്ടി പിടിച്ചതിന് ശേഷം ഇദ്ദേഹം SP ഓഫീസിൽ പോവുകയും DYSP ഒക്കെ കാണുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ വണ്ടി കിട്ടുമെന്ന് തിരിച്ചു പറഞ്ഞു. പക്ഷെ വീണ്ടും ഇവിടെ എത്തിയപ്പോൾ വീണ്ടും നൂലാമാലകൾ പറയുകയാണ് എന്നാണ്. സത്യത്തിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയം കേരളത്തിൽ ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ ഇദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങൾ കേരളത്തിൽ കുറെ നാളുകളായിട്ട് സജീവമായി ചർച്ചയായി കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പോലീസുമായി ബന്ധപ്പെട്ടതാണ്. അല്ലെങ്കിൽ തന്നെ ഉദ്യോഗസ്ഥ ഭരണം എന്നുള്ള ഒരു സാധനം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും കാസർഗോഡ് ജില്ലയിലെ നിരന്തരമായി ഇവിടുത്തെ സർക്കാരുകളും അതോടൊപ്പം ഭരണകൂടവും അവഗണിക്കുന്ന കാഴ്ചകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഉദ്യോഗത്തിനെത്തുന്ന ഉദ്യോഗസ്ഥർ അവരുടെ അധികാര പ്രയോഗം സാധാരണ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യവും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മറ്റുള്ള ജില്ലകളെക്കാൾ കൂടുതൽ. കാരണം ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, ഇത് പോലീസിന്റെ അടുത്തുനിന്ന് പോലീസ് കൃത്യമായിട്ട് നടത്തിയ കാര്യമാണ്. ഇപ്പോഴാ SI സ്ഥലം മാറ്റി ഇവിടത്തേക്ക് ചന്ദേര സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയതായിട്ടാണ് വാർത്തകളായി കാണുന്നുള്ളത്. ഏതായാലും എന്താണ്, ഒരാളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് അദ്ദേഹം അവസാനം ചെയ്ത വീഡിയോ ആണ്. ഇതിന്റെ അവസാനത്തിൽ അദ്ദേഹം ബാക്കി കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഞാൻ ജീവിതം അവസാനിപ്പിക്കുകയാണ്, അതോടൊപ്പം തന്നെ ഞാൻ ഇനി മുതൽ എൻ്റെ ഇതൊന്നും ആക്റ്റീവ് ആയിരിക്കില്ല എന്ന് അത് നമ്മൾ കാണിക്കുന്നില്ല. എന്താണ്, അവരുടെ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അതീവ ദുഃഖകരമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കുക എന്നുള്ളത് പ്രയാസമാണ്. ഇത് തന്നെ കാണിക്കണമെന്ന് വിചാരിച്ചതല്ല, പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ കറങ്ങി നടന്ന സാധനമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ നമ്മൾ കൊടുക്കണമല്ലോ. ആ രീതിയിൽ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കാണിച്ചിട്ടുള്ളത്. ഏതായാലും ഉദ്യോഗസ്ഥ തലത്തിൽ വളരെ എന്താണ് സാധാരണക്കാരെ പ്രയാസപ്പെടുത്തുന്ന രീതിയിലുള്ള സമീപനങ്ങൾ വളരെ കാലമായി തുടരുന്നുണ്ട്. കാരണം
ഉദ്യോഗസ്ഥർക്ക് ഒരു പ്രശ്നവുമില്ല. അവർ കൃത്യമായിട്ട് അവരുടെ ഡേറ്റ് ആവുമ്പോൾ, അവരുടെ മാസം തികയുമ്പോൾ കൃത്യമായിട്ട് ആ ഡേറ്റ് ആവുമ്പോൾ അവരുടെ അക്കൗണ്ടിൽ അവരുടെ സാലറി കയറിയിരിക്കും. സർക്കാർ സംവിധാനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥരും പോലീസും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ അത് നല്ല സാലറിയാണ് കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആളുകളാണ് ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ. അവർ സാധാരണക്കാരായ ജനങ്ങളെ എന്താക്കുകയാണ്, ഈ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരെ നൂലാമാലകളിൽ, നിയമത്തിന്റെ നൂലാമാലകൾക്കിടയിൽ കൊണ്ട് കറക്കുകയാണ്. സാധാരണ ജനങ്ങളെ ോട് ഉത്തരവാദിത്തം കാണിക്കേണ്ടവർ അവരെ ദ്രോഹിക്കുന്ന സമീപനങ്ങൾ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഓരോ മാസവും കൃത്യമായിട്ട് അവരുടെ സാലറിയും അതോടൊപ്പം തന്നെ വിരമിച്ചാൽ കൃത്യമായിട്ട് അവസാനം ലഭിച്ചതിന്റെ പകുതി പൈസ പെൻഷനൊക്കെ ആയിട്ട് കഴിച്ച് സുഖസുന്ദരമായി ജീവിക്കുന്നവർ അന്നേക്ക് വരുമാനം എടുക്കാൻ വേണ്ടി, വരുമാനം കണ്ടെത്താൻ വേണ്ടി തന്റെ കുടുംബത്തിന്റെ പ്രാരാബ്ധവുമായി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പോകുന്ന സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവർ മുതൽ സാധാരണക്കാരായ തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, അതല്ലെങ്കിൽ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവർ, ഇവരൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി ഇത്തരം ഓഫീസുകളിൽ വല്ലതും ചെന്നാൽ അവരെ ഒരു തരത്തിലും നല്ല രീതിയിൽ പരിഗണിക്കാതെ മോശമായി പെരുമാറുന്ന, അവരോട് ശത്രുതാപരമായി സമീപനം സ്വീകരിക്കുന്ന കാഴ്ചകളും കാണാറുണ്ട്. അപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് കൃത്യമായിട്ട് പോലീസിന്റെ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുക്കി ഒരാളുടെ ജീവിതം, ഒരു കുടുംബത്തിന്റെ അത്താണിയെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതിന് ഇവര് സമാധാനം പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും കാസർഗോഡ് ഉണ്ടായിട്ടില്ല. കാരണം ജനങ്ങളൊക്കെ അവരുടെ തിരക്കുകളിലാണ്. ഇന്ന് അവരുടെ കാര്യങ്ങൾക്ക്, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അവരുടേതായ ലോകത്താണ് എല്ലാവരും ജീവിക്കുന്നത്. അവർക്ക് അവരുടെ ലോകം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളോ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളോ ആർക്കും കേൾക്കാനോ കാണാനോ സമയമില്ല, താല്പര്യവുമില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ സമൂഹം എത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഉദാഹരണം കൂടിയാണിത്. ഈ വിഷയം ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ്. അദ്ദേഹത്തെ അറിയുന്ന ആളുകളെ സംബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് കാലമായിട്ട് ഓട്ടോ തൊഴിലാളിയായ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അത്തരം ഒരാൾക്ക് പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് മനഃപൂർവ്വം സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളാണ്. അതല്ലാതെ സ്വാഭാവികമായിട്ടും സാമ്പത്തിക പ്രതിസന്ധിയും അതോടൊപ്പം തന്നെ മറ്റു പ്രശ്നങ്ങളും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പക്ഷെ ഈ ഒരു പ്രത്യേകമായ വിഷയത്തിൽ പോലീസ് കാണിച്ചിരിക്കുന്ന അതിഗുരുതരമായ ഒരു സമീപനം അതീവ പ്രതിഷേധാർഹമായ, എന്ത് കൃത്യമുണ്ടെങ്കിലും ഇതിൽ നിങ്ങൾക്ക് നിയമ നടപടി സ്വീകരിക്കാൻ ബന്ധപ്പെട്ട കുറച്ചൊക്കെ ചെറിയ രീതിയിലൊക്കെ തീർക്കാവുന്ന പ്രശ്നങ്ങൾ, സാധാരണ അന്നേക്ക് ജീവിക്കാൻ പറ്റുന്ന ആളുകൾ ഒരു ട്രാഫിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ പെട്ടാൽ എത്രയും പെട്ടെന്ന് അവരുടെ ജീവിതോപാധിയെങ്കിലും വിട്ടുകൊടുത്ത് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതായിരുന്നു. അതിനെ നൂലാമാലയിൽ കെട്ടിക്കൊണ്ട് നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാള് അധികാരത്തിന്റെ ഹുങ്കുപയോഗിച്ച് ആ ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ഓട്ടോ അവിടെ തന്നെ ഇനി ഈ ഓട്ടോക്കാർക്കും ആവശ്യമില്ല. കാരണം ഇതിനെ ഉപയോഗിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ അത്താണിയെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിച്ചു. വളരെ ദുഃഖകരമാണ്. ഇനി ആ ഓട്ടോ പോലീസുകാർ തന്നെ എടുത്തോട്ടെ എന്ന് പറയാൻ പറ്റൂ, വേറെ എന്ത് പറയാനാണ്? പിന്നെ ഇദ്ദേഹത്തിന്റെ ഇനി എന്തെങ്കിലും ഇദ്ദേഹത്തിൽ നിന്ന് എടുക്കാൻ കിട്ടുമെങ്കിൽ ഇവരെ ഇത്തരം ഉദ്യോഗസ്ഥർ എടുത്ത് ഭക്ഷിക്കട്ടെ എന്ന് പറയേണ്ടി വരും. ഏതായാലും കുടുംബത്തിന് സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അതോടൊപ്പം തന്നെ സാധാരണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നുള്ളത്. ഇത് ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ മാത്രമേ അത് അവരെ ബാധിക്കുകയുള്ള എന്നുള്ള സമീപനങ്ങൾ സ്വീകരിച്ചാൽ ഇത്തരം സംഭവങ്ങൾ അതീവ ദുഃഖകരമാണ്, അതീവ വേദനാജനകമാണ്. ഇതിന് പരിഹാരങ്ങൾ ഉണ്ടാവുകയില്ല. ഇനിയൊരു ആവർത്തിക്കാതെ രീതിയിൽ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ രീതിയിലുള്ള നടപടികളും പരിഹാരങ്ങളും
പ്രശ്ന പരിഹാരങ്ങളുമാണ് ആവശ്യമുള്ളത്. അത് ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് വിഷയത്തെപ്പറ്റി ആത്യന്തികമായി പറയാനുള്ളത്.